ശ്രീ പ്രിയദർശൻ തമ്പി ഇവിടെ നേരത്തെ ശ്രീ ജ്യോതിഷ് കുമാർ അവിടുത്തെ വാർഡ് മെമ്പർ നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയുന്നു. വൈത്തിരിയിലെ പ്രധാനപ്പെട്ട ഒരു CPI നേതാവ് എത്തിയ കാര്യം പറയുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം SFIയുടെ അവിടുത്തെ യൂണിയൻ്റെ പ്രസിഡന്റ് അടക്കം പ്രധാനപ്പെട്ട പ്രതികളാണ്. SFIക്ക് മൃഗീയാധിപത്യമുള്ളൊരു ക്യാമ്പസാണ്. അവിടെ ഇത്തരത്തിൽ മോബ് ലിഞ്ചിങ്, അക്ഷരാർത്ഥത്തിൽ അത് ആത്മഹത്യ ഒന്നും പറയണ്ട, കൊലയ്ക്ക് കൊടുത്താണ്, കൊലപാതകമാണ്. കൊലപാതകം നടക്കുമ്പോൾ ഇതിൽ SFIക്കോ ആർക്കോ ഒരു പങ്കുമില്ല എന്ന് P രാജീവിനും ആശ്രയിക്കും കൈകാര്യം മാറി നിൽക്കാൻ കഴിയുന്നതാണോ ശ്രീ പ്രിയദർശൻ തമ്പി? അല്ല, ഇതിനകത്ത് ആമുഖമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സംഭവം യാതൊരു സംശയവും വേണ്ട, കാരണം അപലപനീയമാണ്. കാരണം അതിക്രൂരമായ സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം റാഗിങ് എന്ന് പറയുന്ന പ്രതിഭാസം അത് അഖില ലോക പ്രതിഭാസമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. അത് അതിനെ ഒരു കാരണവശാലും ഉണ്ടാകാൻ അവന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഈ അധമപ്പണിയിൽ കൂട്ടുനിൽക്കില്ല. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരികയാണ്. ആ ഒരു പ്രതിഭാസം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ക്യാമ്പസിനുള്ളിലെ പ്രതിഭാസങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, അതിനേക്കാളെല്ലാം ഉപരിയായി വെറുമൊരു റാഗിങ്ങേ അല്ല. അങ്ങൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാഗിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന സീനിയേഴ്സ് അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിൻ്റെ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന 5 കുട്ടികൾ തന്നെ 5 സ്റ്റുഡൻസ് തന്നെ ഇതിൽ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ മോട്ടീവ് സംതിങ് ഡിഫറൻറ്റ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിലേക്ക് ഉണ്ടായിരിക്കുന്ന മോട്ടീവ് സംതിങ് ഡിഫറൻറ്റ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാഗിങ് അല്ല എന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു. കാരണം റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ജൂനിയേഴ്സിനെ ഉണ്ടായ സംഭവമല്ല ഇത്. മറ്റെന്തോ മോട്ടീവിൻ്റെ പേരിലാണ് ഈ നിരപരാധിയായ കുട്ടി ആക്രമിക്കപ്പെട്ടത് എന്ന് സമ്മതിക്കുന്നു. ഒരു കാരണവശാലും ഒരു സമൂഹവും ഇതിനോട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതിനെ പിന്തുണയ്ക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്ന അതിഭീകരമായ ക്രൂരമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കെതിരെ പടവെട്ടി ആ സംഭവങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആ സംഭവങ്ങൾക്ക് ആധാരമായി പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ പ്രവർത്തിച്ചാണ് SFI ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി, കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും ഭരിക്കുന്ന സംഘടനയായി, കേരളത്തിലെ 90% കോളേജ് ക്യാമ്പസുകളിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുത്തക ഏറ്റെടുക്കുന്ന സംഘടനയായി വളർന്നത്. കുത്തകയുടെ പ്രശ്നം ചോദ്യം ചെയ്യാൻ ASF അടക്കം പറഞ്ഞതാണ് ഈ സാധനം. ഈ പറയുന്ന മൃഗീയാധിപത്യം അത് അവിടുത്തെ കുട്ടികൾ നൽകുന്ന സമ്മതിദാനം എന്തോ അവകാശമാണെന്നൊക്കെ SFI പറയുമെങ്കിലും ഒരു ക്യാമ്പസിലുണ്ടാകുന്ന ഈ മൃഗീയാധിപത്യം ജനാധിപത്യ ശബ്ദത്തെ ഇല്ലാതാക്കലാണ്. അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പിനെയും എതിർശബ്ദത്തെയും ഇല്ലാതാക്കലാണ്. ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ നെറുകേടും മര്യാദകേടും നടക്കുമ്പോൾ ചോദിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കലാണ്. കുത്തകയുടെ വേറെ പ്രശ്നം കേട്ടോ ശ്രീ പ്രിയദർശൻ തമ്പി. അത് അങ്ങനത്തെയുള്ള പ്രവണതകൾ ശരിയല്ല. അങ്ങനത്തെയുള്ള പ്രവണതകൾ ഏത് സംഘടനയായാലും ശരി, ഞാൻ ആ വിദ്യാർത്ഥി സംഘടനയുടെ വക്കാലത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആളാണ് എന്നങ്ങ് തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെ ഒരു പരിപ്രേക്ഷ എൻ്റെ വാദത്തിന് കൊടുക്കുകയും വേണ്ട. കാരണം അത്തരത്തിലുള്ള പ്രവണതകൾ വന്നാൽ SFI എന്നല്ല ഏത് സംഘടനകളും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാ ചവിറ്റുകൊട്ടയിലേക്ക് വീഴും. കാരണം യാതൊരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ കോളേജിൽ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയോ ചെയ്യുന്നതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും അപലപിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു കാരണവശാലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഏറെ പ്രതീക്ഷകളുമായി ഒരു കുടുംബത്തിൻ്റെ ആകെ സ്വപ്നമായി ഒരു കലാലയത്തിലേക്ക്, അത് വെറ്റിനറി കോളേജിലെ പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് ഉന്നതമായ ഒരു കോഴ്സിന് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയെ എന്തിൻ്റെ പേരിലായാലും ശരി ഇത്തരത്തിൽ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അത് റൂൾ ഓഫ് ലോ, നമ്മുടെ റൂൾ ഓഫ് ലോ അതെല്ലാം നമുക്കറിയാമല്ലോ. ഞങ്ങൾക്ക് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ക്രിമിനൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൻ്റെ ആണിക്കല്ല എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ തകർന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്മുടെ നിയമത്തിൻ്റെയും പോലീസിൻ്റെ എല്ലാ പ്രസക്തി? ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ കുറ്റകരമായ അനാസ്ഥ ഈ കോളേജ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് ആക്ട് എന്നൊരു ആക്ട് നമുക്കിവിടെ ഉണ്ട്. അതിൽ ഒരു പ്രത്യേകമായ പ്രൊവിഷൻ ഉണ്ട്. കാരണം ആരെങ്കിലും റാഗിങ്ങിനെ അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ റാഗിങ് ചെയ്യണമെന്നില്ല, ഈ റാഗിങ് നടന്നതായി കോളേജ് ക്യാമ്പസിൽ റാഗിങ് നടന്നതായി അറിവുണ്ടായിട്ട് അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാനമായ പ്രൊവിഷൻ പോക്സോ ആക്ടിലുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കാര്യമുണ്ടായിട്ട് അത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെയും കൂടി പ്രതിയാക്കേണ്ടതാണ്. നോളജ് ഉണ്ടായിരുന്നെങ്കിൽ. ഒന്നാമത്തെ കാര്യം ഇത് റാഗിങ്ങിന്റെ പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം ഈ കുട്ടികളെ പുറത്താക്കിയ കാര്യം പറയുന്നുണ്ട്. കുട്ടികളെ ഈ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത 4 പേരെ സസ്പെൻഡ് ചെയ്തതിനും പറയുന്നുണ്ട്. സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നുള്ളത് SFI പോലീസിനെ അറിയിച്ചോ എന്നൊക്കെ ചോദ്യം അവിടെ നിൽക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം.